ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ വിശുദ്ധ സഭാരാധനയുടെ ദിവസം നമ്മൾ ഒരുമിച്ച് ദൈവപാഠവിടത്തിൽ ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സാവകാശം ഒരുക്കി തന്നു, ആയുസ്സും ആരോഗ്യവും തന്നു. ഇതുവരെ നിർത്തിയ ദൈവത്തിന് എത്ര സ്തുതിച്ചാലും അധികമല്ല. വന്നു ചേർന്നിരിക്കുന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, വേദിയിലായിരിക്കുന്ന ബഹുമാന്യ പാസ്റ്റേഴ്സ്, ബഹുമാന്യ പാസ്റ്റർ മേവറീസ് അവരുകൾ, അതുപോലെ തന്നെ മാർട്ടിൻ ജോസഫ് പാസ്റ്റർ US നിന്ന് നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്നല്ലോ കുടുംബമായി, അതുപോലെ പാസ്റ്റർ രാജീവ് അവരുകൾ, ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഇതുവരെ പരിശുദ്ധാത്മാവ് ആത്മീയാരാധനയിൽ നമ്മോട് ചേർന്നിരുന്നു. നമ്മൾ ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഈ മരുഭൂപ്രയാണത്തിൽ നമ്മെ ഓരോ ദിവസവും നടത്തുന്ന വഴികൾ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയണം. ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ഒരു വചനചിന്ത, ആ സങ്കീർത്തന ഭാഗം 139 ദൈവം എനിക്ക് നൽകി തന്നത്. ആദ്യം ഞാൻ വിചാരിച്ചു വലിയൊരു സങ്കീർത്തനമാണല്ലോ, ഇത് ഒഴിവാക്കാമെന്ന്. പലപ്പോഴും ഇത് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല, കാര്യം വലിയ സങ്കീർത്തനമാണല്ലോ, സമയം പോകുമല്ലോ എന്നുള്ള ചിന്തയിൽ. എന്നാൽ പിന്നെയും പരിശുദ്ധാത്മാവിനെ ഹേമിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇത് വായിക്കാമെന്നുള്ള ആ വിശ്വാസത്തോടെ ഇത് ദൈവസന്നിധിയിൽ വായിപ്പാനിടയായി തീർന്നു. ഇത് ദാവീദിൻ്റെ മനോഹരമായൊരു സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സർവജ്ഞാനം, സർവശക്തി, വ്യാപനം, ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സംഗ്രഹമാണ് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മറ്റു പശ്ചാത്തലങ്ങളിലേക്കൊന്നും പോകാതെ 1, 2, 3 വാക്യങ്ങൾ ഒന്ന് വായിക്കുമല്ലോ. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. ഹല്ലേലൂയ. ശോധന ചെയ്യുന്ന ഒരു ദൈവം ദൂരത്ത് നിന്ന് നമ്മെ ശോധന ചെയ്യുകയാണ്. നമ്മുടെ ഹൃദയ വിചാരങ്ങളെ, മനസ്സിലെ എല്ലാ വിചാരങ്ങളെയും ദൂരത്ത് നിന്ന് തന്നെ കാണുന്നൊരു കർത്താവിൻ്റെ മുൻപിലാണ് നമ്മളായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 9, 10 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: യഹോവയായി ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവനവൻ്റെ നടപ്പിന് പ്രവൃത്തിയുടെ ഫലത്തിന് ഒത്തവണ്ണം കൊടുക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ നമ്മൾ കണ്ടു, ദൈവം ശോധന ചെയ്യുന്നു, ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഒക്കെ അറിയുന്നു, നിരൂപണം ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവി വചനത്തിലൂടെ നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പെന്ന് പറയുന്നത്, ദൈവസന്നിധിയിൽ നമ്മൾ ഈ ദൈവ സന്നിധിയിൽ നമ്മൾ ഭയത്തോടെ ജീവിക്കണം. ഹല്ലേലൂയ. ആമേൻ. നമ്മോടുള്ളൊരു മുന്നറിയിപ്പാണ്. എല്ലാ മേഖലകളിലും ദൈവത്തെ ഭയപ്പെട്ട് നമ്മൾ ജീവിക്കണം. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഭക്തരാണ്, ഭക്തമതികളാണ്. ഇവിടം വിട്ട് പുറത്തു പോകുമ്പോൾ ഭക്തിക്ക് ചോർച്ച വരരുത് എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മെ തൂക്കി നോക്കുന്നു, ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ഒരു കർത്താവാണ്. ആ കർത്താവിൻ്റെ മുൻപിൽ നമ്മൾ കുറവുള്ളവരായി കണ്ടു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, അത് ക്ഷീണമാണ്. നമ്മൾ ആത്മീയത്തിൽ കുറഞ്ഞു പോകും. ഒരു വ്യക്തി ജീവിതം ആത്മീയത്തിൽ അവൻ മുന്നേറുക എന്നുള്ള ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സർവ്വലോകത്തെക്കാളും വിലയുള്ളത് ആത്മാവിൻ്റെ വില. വീണ്ടെടുപ്പ് നഷ്ടമാകരുത്. ജീവിതത്തിൽ ഏത് തോൽവി എവിടൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും, നമ്മൾ എവിടൊക്കെ തോറ്റെന്ന് ലോകം വിധി എഴുതിയാലും, നമ്മുടെ ആത്മാവ് നഷ്ടമാകാതെ നമ്മൾ സൂക്ഷിക്കണം. ഹല്ലേലൂയ. വീണ്ടെടുപ്പ് നഷ്ടമാകാതെ നമ്മൾ സൂക്ഷിക്കുമാറാകണം. അതിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. ഓ ഹല്ലേലൂയ. അപ്പോൾ നോക്കണേ, മനസ്സിൽ നിരൂപിക്കുന്നതും വാക്കുകളും എല്ലാം അറിയുന്ന ഒരു കർത്താവിൻ്റെ മുൻപിലാണ് നമ്മളായിരിക്കുന്നത്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 9-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പക്ഷവാതക്കാരനെ സൗഖ്യമാക്കിയത് കണ്ട് അവിടെ ഇരുന്ന ദൈവത്തിന് ശാസ്ത്രിമാരിൽ ചിലർ എന്താ പറഞ്ഞത്? ഉള്ളിൽ പറഞ്ഞതാ, പുറത്ത് പറഞ്ഞില്ല. ഉള്ളിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഉള്ളിൽ പറഞ്ഞത് എന്താ? എന്നാൽ ശാസ്ത്രിമാരിൽ ചിലർ ഇവൻ ദൈവദൂഷണം പറയുന്നു എന്ന ഉള്ളിൽ
ഉള്ളം കൊണ്ട് പറഞ്ഞു. ഉള്ളം കൊണ്ട് പറഞ്ഞതും അറിയുന്ന ഒരു നല്ല കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, ആമേൻ. ഇതിന് സമാനമായ ഒരു സംഭവമാണ്. പരീശനായ ശീമോന്റെ വീട്ടിൽ ഭക്ഷണത്തിന് കർത്താവിനെ ക്ഷണിച്ചു. അവിടെ ഒരു പാപിനിയായ സ്ത്രീ വന്ന് കർത്താവിൻ്റെ കാൽക്കൽ കണ്ണുനീരൊഴുക്കി സ്വച്ഛചെടി മാംസ തൈലമൊക്കെ അന്ന് പകർത്തി തലമുടി കൊണ്ട് തുവർത്തിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ഇരുന്ന പരീശന്റെ ഹൃദയത്തിൽ അവിടെയും ഉള്ളിൽ അവൻ പറയുക, ഇവൻ പ്രവാചകനായിരുന്നുവെങ്കിൽ ഇവൾ എങ്ങനെയുള്ളവൾ എന്ന് അറിയാമായിരുന്നു. മുന്നറിയിപ്പാണ് ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് തരുന്ന സന്ദേശം. ഹല്ലേലൂയ. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിലാണ് അതിന്റെ 13-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നതും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. കേട്ടോ, അവനുമായിട്ടുള്ളതാണ് അവനുമായിട്ടുള്ള കാര്യമാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് പിന്നെ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നത് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനാകുന്നു, ഓരോരുത്തന് അവനവന്റെ നടപ്പിന് തക്കവണ്ണം നടപ്പിന്റെ പ്രവൃത്തികളുടെ ഫലത്തിന് തക്കവണ്ണം കൊടുക്കുന്ന ദൈവം. നീ മനുഷ്യരുടെ എല്ലാ വഴികളിലും ദൃഷ്ടി വയ്ക്കുന്ന ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 5-ാം വാക്യം വായിച്ചാട്ടെ, സങ്കീർത്തനത്തിലേക്ക് മടങ്ങി വന്നാട്ടെ. 5-ാം വാക്യം, 5-ാം വാക്യം, നീ മുൻപും പിൻപും എന്നെ അടച്ചു, നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നോക്കിയേ, നീ മുൻപും പിൻപും എന്നെ അടച്ചു. ദാവീദ് പറയുക, നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ആമേൻ നമ്മുടെ മുൻപും പിൻപും ചില സന്ദർഭങ്ങളിൽ അടയ്ക്കും. നമ്മൾ ചിലപ്പോൾ ഒത്തിരി പ്രാർത്ഥിക്കുന്ന വിഷയമായിരിക്കും. ചില സമയത്ത് അതിൻ്റെ റിസൾട്ട് നമുക്ക് നമ്മുടെ മാനുഷികമായ ചിന്തയിൽ ഭാരപ്പെടുന്ന വിഷമം തരുന്ന റിസൾട്ടാണ് ചിലപ്പോൾ ലഭിക്കുന്നത്. എന്നാൽ ദൂരവേ കാണുന്ന ഭാവിയെക്കുറിച്ച് മനസ്സിലാക്കുന്ന നല്ല കർത്താവ് അത് അടയ്ക്കുന്നത് നിന്റെ നന്മയ്ക്കാണ്. ഹല്ലേലൂയ. ചിലപ്പോൾ സങ്കടങ്ങൾ വരും. കർത്താവേ, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചതാ, ഒത്തിരി ചിലപ്പോൾ ഉപവസിച്ചതാ, എന്നാൽ എന്താ കർത്താവേ എനിക്കതിനൊരു മറുപടി തരാതെ പോയത്? എന്നാൽ നിന്റെ നന്മയ്ക്ക് വേണ്ടി ചില വഴികളെ എൻ്റെ ദൈവം അടയ്ക്കും. ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാ. കഴിഞ്ഞ നാളുകളിൽ നിന്റെ വഴികളെ ദൈവം അടച്ചിട്ടുണ്ടെങ്കിൽ ശ്രേഷ്ഠമായ ഒരു വഴി നിനക്ക് നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കുന്ന സുദിനം അധിക വിദൂരമല്ല എന്ന് ആത്മാവ് തെളിവായി പറയുകയാണ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അല്പം സങ്കടം വരും, എന്നാൽ ദൈവിക പദ്ധതി നിന്റെ കുടുംബ ജീവിതത്തിലോ നിന്റെ തലമുറയുടെ ജീവിതത്തിലും വെളിപ്പെടുത്തുവാനുള്ളത് കൊണ്ട് ചിലപ്പോൾ മുൻപും പിൻപും അടയ്ക്കുന്ന ഒരു കർത്താവാണെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയട്ടെ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 8-ാം വാക്യത്തിൽ, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല. ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. എത്ര ശ്രേഷ്ഠമായൊരു ദൂത. ചിലരോടൊക്കെ ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ശ്രേഷ്ഠമായ ചില വഴികളെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാ. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? വിശ്വാസമുള്ളവരൊന്ന് സ്തോത്രം പറഞ്ഞാട്ട്, ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്. ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത ചില വഴികൾ, ആർക്കും ആമേൻ ഹല്ലേലൂയ തടയുവാൻ കഴിയാത്ത ചില വഴികൾ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നു. ഹല്ലേലൂയ. നിനക്ക് വരേണ്ട അനുഗ്രഹം ആർക്കും അത് തടയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് വഴി തുറന്നു കഴിഞ്ഞാൽ പേര് തെറ്റി വേറെ പേരിൽ പോകത്തില്ല, വീട് തെറ്റി പോകത്തില്ല. ആരോടൊക്കെ ആത്മാവ് ഇടപെടുകയാ. നിന്റെ പേര് ചൊല്ലി നിന്റെ വീട് തെറ്റാതെ ദൈവം നിനക്ക് വേണ്ടി തന്നെ ചില വഴികൾ തുറക്കുന്ന ഒരു ദൈവമാ. ഹല്ലേലൂയ. നിനക്ക് വരേണ്ട വഴി അനുഗ്രഹങ്ങൾ വഴി തെറ്റി പോകത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കഴിഞ്ഞ നാളുകളിൽ ചില പരാജയങ്ങൾ, കഴിഞ്ഞ നാളുകളിൽ ചില തോൽവികളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിരാശപ്പെട്ടു പോകരുന്നുള്ള ദൂതൂടെ അതിനകത്ത് ദൈവം നൽകി തരുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ചില വഴികൾ അടഞ്ഞു, ചില പരാജയങ്ങളൊക്കെ സംഭവിച്ചു, എന്നാലും ഹല്ലേലൂയ നിന്റെ ആത്മിക ആ ഉന്നമനം നിന്നിൽ നിന്ന് മാറിപ്പോകരുത്.
നിന്റെ വീണ്ടെടുപ്പ് നിന്നിൽ നഷ്ടമായി പോകരുത്. ഹല്ലേലൂയ. ചില പരാജയങ്ങളോ ചില നിന്ദകളോ ചിലതായ നഷ്ടങ്ങളോ ജീവിതത്തിൽ സംഭവിച്ചാലും ആത്മീകം നഷ്ടപ്പെടരുതെന്നാണ് ഞാൻ പറഞ്ഞതിന് സാരം. നിന്നെ വീണ്ടെടുപ്പിന്റെ വില വലുതാ. നിനക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞത് അധികം വലുതാ. അത് തിരിച്ചറിയുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിലെ ചില നഷ്ടങ്ങളുടെ മുൻപിൽ നിന്റെ ആരാധന കുറഞ്ഞു പോകരുത്, നിന്റെ വിശുദ്ധി കുറഞ്ഞു പോകരുത്, നിന്റെ ആത്മീകത്തിൽ ചോർച്ച വരരുത്. ഹല്ലേലൂയ. ചോർച്ച വന്നാൽ അതാണ് ഏറ്റവും വലിയ പരാജയം. വേറൊരു ഭാഗത്തുണ്ട്, ഇവിടെ കരം പുറവും മുന്നിലും പുറകിലും ദൈവം അടയ്ക്കും, ദൈവത്തിൻ്റെ കരം കൂടെ ഇരിക്കുമെന്ന് പറയുന്ന അതേ ഭാഗം. അതുപോലെ വേറൊരിടത്ത് കർത്താവ് പറയുന്നുണ്ട്, ദാവീദ് പറയുന്നു, നിന്റെ കൈ എനിക്ക് ഭാരമായി മാറുന്നു. വായിച്ചിട്ടില്ലേ 32-ാം സങ്കീർത്തനം? ഒന്നെടുത്തേ, 32-ാം സങ്കീർത്തനം 4-ാം വാക്യം വായിച്ചേ. 4-ാം വാക്യം. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. ഇവിടെ നമ്മുടെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചത് ഭാരമായ കൈയല്ല, മുൻപും പിൻപും അടയ്ക്കുന്ന കയ്യാ. എന്നാൽ ഇവിടെ ഭാരമായ ഒരു കരത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്താ സംഭവം? അതിന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ ജീവിതത്തിൽ തട്ടുകേടുകള്, ചില കുറവുകള്, പാപങ്ങള്, മുറുകെ പറ്റുന്നതൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇത് കാണുന്നില്ലാരും. ആമേൻ. ദൈവം ചിലപ്പോൾ അങ്ങ് കണ്ണടയ്ക്കുമെന്നൊക്കെ വിചാരിച്ച് ആമേൻ അങ്ങനെ അങ്ങ് പോകുകയാ. ഏറ്റുപറയുവാൻ സമയമെടുത്തില്ല. ആമേൻ. ആമേൻ. മാനസാന്തരപ്പെടുവാൻ സമയമെടുത്തില്ല. ഒരു മടങ്ങി വരവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തില്ല. മിണ്ടാതെ ഇരുന്നപ്പോൾ സംഭവിച്ചത് എന്തൊക്കെയാ? വായിച്ചാട്ടെ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. അടുത്തത്, രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. അവിടെയാണ് കാര്യം. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായി തീർന്നു. ഞാൻ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ, കൃപയിൽ നീ തോറ്റുപോകരുത്. എവിടൊക്കെ ഏത് ലോകത്തിന്റെ ഏത് സ്ഥാനത്ത് നീ തോറ്റാലും നീ നിരാശപ്പെടണ്ട. നീ കൃപയിൽ തോറ്റുപോകുന്നതാ വലുത്. ഹല്ലേലൂയ. കൃപയിൽ തോറ്റുപോയാൽ ദൈവത്തിൻ്റെ കരം ഭാരമായി മാറും. ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കൃപയിൽ തോൽക്കരുത്. നിന്റെ ആത്മാവ് ആത്മാവിൽ നിന്റെ ആത്മാവ് നിന്നിൽ പകർന്ന ആത്മ മനുഷ്യനുണ്ടല്ലോ, ആ വീണ്ടെടുപ്പിൻ്റെ വില വലുതാണെന്ന് തിരിച്ചറിഞ്ഞ് ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനവുമാണെന്ന് തിരിച്ചറിഞ്ഞ് ജഡത്തിൻ്റെ ചിന്തയോ മരണമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീ ആത്മാവിൽ കുതിച്ചു കയറുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ കണ്ടിരിക്കുമ്പോൾ ആത്മാവ് നിന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത്. ആമേൻ. സ്തോത്രം. അപ്പോൾ രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. അതിന്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചേ. 5-ാം വാക്യം. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു. കണ്ടോ? ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു. എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഞാൻ യഹോവയോട് ഏറ്റു പറയും. ഹല്ലേലൂയ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഹല്ലേലൂയ. 8-ാം വാക്യം 7-ഉം 8-ഉം കൂടെ ഒന്ന് വായിച്ചേ. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. കണ്ടോ? അത് അടുത്തത്. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ പെരുവെള്ളം ആരാർക്കുണ്ടാക്കിയോ? ദൈവത്തിന്റെ ആത്മാവ് തൂത് പറയുക. പെരുവെള്ളം പോലെ നിനക്കെതിരായി ഹല്ലേലൂയ ചില കാറ്റുകൾ അടിക്കുമ്പോൾ ആമേൻ കവിഞ്ഞു വരുമ്പോൾ വായിച്ചാട്ടെ. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ലെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. കാരണം ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ നീ സേവിക്കുന്ന ദൈവം. അവൻ ആമേൻ അതിരിടും. പഞ്ചസാര മണലിനെ ഹല്ലേലൂയ ആതിരിട്ട് ആമേൻ ആർത്തലച്ചു വരുന്ന ആമേൻ ഹല്ലേലൂയ ആ പെരുവെള്ള തിരമാലകളെ ആമേൻ ആതിരിട്ട് സൂക്ഷിക്കുന്നത് പോലെ നിന്റെ കുഞ്ഞുകുട്ടികളെ സൂക്ഷിക്കുന്ന ഒരു ശക്തന എൻ്റെ ദൈവം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പോരാ കരങ്ങൾ നന്നായിട്ടൊന്ന് അടിച്ച് കർത്താവിനൊന്ന് മഹത്വം കൊടുത്തേ. യെസ് ഹല്ലേലൂയ. ഭയപ്പെടണ്ട. നിനക്ക് ചുറ്റും വേലി കെട്ടി നിന്റെ താമേൻ അതിരുകളെ സൂക്ഷിക്കുന്ന തീമുതലായി പൊതിയുന്ന ഒരു നല്ല കർത്താവിനെയാണ് നീ സേവിക്കുന്നത്. 7-ാം വാക്യം വായിച്ച. 7-ാം വാക്യം.
നീ എനിക്ക് മറവിടമാകുന്നു. നീ എനിക്ക് മറവിടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട്, ആ പദങ്ങളൊക്കെ ഒന്ന് ആത്മാവിൽ ഒന്ന് കണ്ടേ ദൈവത്തിന്റെ ദാസന്മാരെ. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളുമെന്ന്, നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. ഒറ്റ കാര്യം ചെയ്തതുകൊണ്ട് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ആമേൻ ഹൃദയം ദൈവസന്നിധിയിൽ നിന്ന് ഹൃദയ തകർച്ചയോടെന്ന് ഒന്നും ആമേൻ കണ്ണുനീരോട് ഒന്ന് നിലവിളിച്ചതാ കാര്യം. ദൈവത്തിന്റെ പൈതല് ഇന്ന് നിലവിളിക്കാൻ എത്ര പേർക്ക് തയ്യാറാകും? ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തില് ദീർഘക്ഷമയുള്ളവരാകിയാലും പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? ബഹുമാന്യ പാസ്റ്ററിൽ കൂടെ ഈ ദിവസങ്ങളിൽ കോട്ടേജ് മീറ്റിങ്ങുകളിലെല്ലാം നമ്മൾ നിലവിളിയെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിലവിളി കുറയരുത്. ഹല്ലേലൂയ, ആമേൻ. അതിന്റെ ആമേൻ സ്തോത്രം. രണ്ടാമത് 5-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. സങ്കീർത്തനം. എന്റെ പാപം നിന്നോട് അറിയിച്ചു. അല്ലല്ല, നമ്മുടെ നീ മുൻപും പിൻപും എന്നെ അടച്ചു. നീ മുൻപും പിൻപും എന്നെ അടച്ചു. നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. വീണ്ടും ദൈവം ആമേ ഇവിടെ ഈ വചനത്തിലൂടെ നമുക്ക് വരുന്ന വേറൊരു ദൂതൂടെ അതിൻ്റെ അകത്ത് കാണുന്നു. ശത്രുവിൻ്റെ തീയമ്പുകളിൽ നിന്ന് കടന്നു വരുമ്പോൾ ഈ കരമാണ് നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഹല്ലേലൂയ. നിന്റെ കഴിവല്ല, ആമേ, നിന്റെ മിടുക്കല്ല, നിന്റെ തലമുറയും ഈ ദേശത്ത് നിർത്തിയത് ദൈവത്തിന്റെ കരം. നിന്റെ കണ്ണിന് ഒരു പക്ഷേ കാണാൻ കഴിയത്തില്ല. ആത്മരൂപിയായ കർത്താവിന്റെ കരം ഒരു തീ മതില് പോലെ നിനക്കും നിന്റെ സന്തതിക്കും മുൻപടയും പിൻപടയുമായി നിന്റെ വാഹനത്തിന് ചുറ്റും മുൻപടയും പിൻപടയുമായി സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ശത്രുവിന്റെ തീ അമ്പുകൾ എത്ര വന്നാലും ഏക്കാതിരിക്കുന്നത് ദൈവത്തിന്റെ ദാസന്മാരെ നീ അത് തിരിച്ചറിയണം. ഹല്ലേലൂയ. നിന്നെ സൂക്ഷിക്കുന്ന ഒരു കരമുണ്ട്. നിന്നെ അതേ ശത്രു തൊടാതെ വണ്ണം കാത്തു സൂക്ഷിക്കുന്ന കോട്ട പോലെ അടയ്ക്കുന്ന സ്വർഗത്തിലെ കരമാ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തീ അമ്പുകളിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ഈ കരം അവിടെ പ്രവർത്തിക്കുന്നു. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, മിസ്രയീമിൽ നിന്ന് അനന്തരം ഇസ്രായേലിയരുടെ സൈന്യത്തിന് മുൻപായി ഇസ്രായേൽ ജനത്തെ ഫറവോൻ വിട്ടയച്ചു. ആരാധിക്കോ, പൊയ്ക്കോ. പക്ഷേ ഫറവോനല്ലേ, അവൻ്റെ ഹൃദയം കഠിനപ്പെടുന്നവനാ. അവന് എന്താ സംഭവിച്ചത്? അവിടെ അവൻ ഇസ്രായേൽ ജനം ചെങ്കടലിൻ്റെ തീരത്ത് ചെന്നപ്പോൾ പുറകെ വരികയാ. പിന്നെയും തൻ്റെ ജനത്തിനെതിരായിട്ട് തകർത്ത് കളയുക. ആരുടെയൊക്കെയോ ദൂത ദൈവത്തിൻ്റെ ദാസന്മാരെ പിശാചിൻ്റെ പ്രവൃത്തി ദൈവം അഴിക്കുവാൻ വന്നെങ്കിലും ഇന്ന് ഈ പകൽക്കാലം നിന്നെ പിന്തുടരുന്ന പൈശാചിക പോരുകളുണ്ട്. അവിടെ നീ തകർന്നു പോകാനല്ല, നീ നിലവിളിക്കുന്ന ഉയരത്തിലെ ശക്തി നിനക്ക് വേണ്ടി പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ശക്തിയാ. ഹല്ലേലൂയ, ആമേൻ. അവിടെ ഇസ്രായേൽ ജനത്തിന് പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി അവിടെ ദൂതൻ മുന്നിൽ നിന്ന് പോകുമ്പോൾ ഇപ്പോൾ പുറകെ വരുന്ന ശത്രുവിനെ കണ്ടപ്പോൾ ദൂതൻ അടങ്ങിയിരുന്നില്ല. ദൂതൻ പുറകോട്ട് മാറുകയാ. നീ അറിയുന്നതിന് മുൻപ് നിനക്ക് വേണ്ടി ദൂതൻ സംരക്ഷിക്കുന്ന വിധങ്ങൾ ഒരുപക്ഷെ നിനക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങും. തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി വിടുവിക്കുന്ന ഒരു ദൈവമാ. നിന്നെ ശുദ്രം ചെയ്ത്, നിന്നെ ഇല്ലായ്മ ചെയ്ത്, മന്ത്രക്കെട്ട് ചൊലുത്തുകളൊക്കെ ചൊല്ലി നിന്നെ തകർത്ത് കളയുവാൻ ചില ശക്തികളെ ദൈവം ഉപയോഗിക്കും. അതേ പിശാച് ഉപയോഗിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി അവൻ ഇറങ്ങി വരുന്ന ദൈവമാ. ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പുറകിൽ ദൂതൻ വന്നിട്ട് അവിടെ എന്താ സംഭവിച്ചത്? വായിച്ചാട്ടൊന്നുകൂടെ. അനന്തരം ഇസ്രായേലിയരുടെ സൈന്യത്തിന് മുൻപായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. അവരുടെ പിന്നാലെയാ ഇപ്പൊ നടക്കുന്നത്. പിന്നാലെ നടന്നു. എന്താ സംഭവിച്ചത്? മേഘസ്തംഭവും അവരുടെ മുൻപിൽ നിന്ന് മാറി ഇപ്പൊ പിൻപില. കാര്യം പുറകെ വരുന്നവന് അത്ര നല്ലതിനല്ല വരുന്നത്. തന്റെ ജനത്തെ താളടിയാക്കുവാനാ വരുന്നത്.
വന്നത്. അത് തിരിച്ചറിഞ്ഞ ദൂതൻ ഇപ്പോൾ അതേ പുറകിൽ വന്നിട്ട് മേഘസ്തംഭം, അതേ രാത്രി അഗ്നിസ്തംഭം ഇപ്പോൾ ഈ പുറകിൽ നിൽക്കുകയാ. ജനത്തിന് പ്രകാശമായി മാറുമ്പോൾ വായിക്കേണ്ട നമുക്കറിയാം, പുറകിലെ ആമേ പീഡിപ്പിക്കുവാൻ കടന്നു വരുന്ന ആമേ ശത്രുവിനെ അവിടെ ആമേൻ അന്ധകാരമാക്കി എൻ്റെ ദൈവം മാറ്റിയെങ്കിൽ ഇന്ന് ഈ പകൽക്കാലം ദൈവത്തിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, പിശാചിന്റെ പോരുകളെ നീ ഭയപ്പെടേണ്ട. നീ കൃപയിൽ നിന്നാ മതി, കൃപയിൽ നിന്നാ മതി. ആ മേഘത്തിന് കീഴിൽ നിന്നാ മതി, അഗ്നിസ്തംഭത്തിന് കീഴിൽ നിന്നാ മതി. ഓ നിനക്ക് വേണ്ടി ആമേൻ ആ പ്രൊട്ടക്ട് ചെയ്ത് സൂക്ഷിക്കുന്ന യെസ് ഓ സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ. ആ കർത്താവിന്റെ സുരക്ഷിതമാണ് നമുക്ക് ആവശ്യം. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ 7-ാം വാക്യം ഒന്ന് വായിച്ചേ. നിന്റെ ആത്മാവിനെ ഒളിച്ച്, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? നോക്കിയേ, നമ്മുടെ കർത്താവ് ജ്ഞാനിയാണ്, സർവശക്തനാണ്, അപ്പോൾ തന്നെ സർവവ്യാപിയാ. ഈ ആത്മാവിനെ ഒളിച്ച് 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ ആത്മാവിനെ ഒളിച്ച് നമുക്ക് എവിടേക്ക് പോകാൻ കഴിയും? ഹല്ലേലൂയ. ആമേൻ. കർത്താവിനെ പിരിഞ്ഞ് കർത്താവ് തന്നെ പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം, നിങ്ങൾ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദാസന്മാരെ, നമ്മൾ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കണം. നമ്മൾ ഭയത്തോട് നമ്മുടെ ജീവകാലം മുൻപോട്ട് പോകണം. ഈ കോവിഡാനന്തരം എത്രയോ പേരാ മൺമറഞ്ഞു പോയത്. ദൈവം നിർത്തിയില്ലേ? ദൈവം പിന്നെയും നമുക്ക് വേണ്ടതെല്ലാം തരുന്നില്ലേ? ചില വിഷയങ്ങളുടെ മേലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ തരും കേട്ടോ, വേവലാതിപ്പെടരുത്. അവരെ ഇവരെ നോക്കിക്കൊണ്ട് നിന്റെ ആത്മീയം കുറഞ്ഞു പോകരുത്. കർത്താവ് തരാൻ ശക്തനാ. ഹല്ലേലൂയ. അതേ ദൈവം മുൻപും അടച്ച് മാത്രമല്ല, ആമേ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ ദൈവത്തെ ഒളിച്ച് നമ്മൾ എവിടേക്ക് പോകുവാൻ കഴിയും? ദൈവത്തിന് സ്തോത്രം. യോനാച്ചനോട് ചോദിച്ചു കഴിഞ്ഞാൽ യോനാച്ചൻ ദൈവത്തെ വിട്ട ഓടിയൊരു പോക്കാ തർശീശിലേക്ക്. കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്നാലും സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താലും അവിടെയും അവൻ്റെ കണ്ണുണ്ട്. യോനായെ ദൈവകൽപ്പന ലംഘിച്ച് നീ യാത്ര ചെയ്യുവാൻ നിനക്ക് കഴിയത്തില്ല. ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറയുകയാ, ദിവസങ്ങളിൽ കൽപ്പനകളെ മുറുകെ പിടിച്ചോണേ. ഹല്ലേലൂയ. കൽപ്പന വിട്ടു പോകുവാൻ കഴിയത്തില്ല യോനായെ. ആമേൻ. അതിലുള്ളവരെ പോലും നീ അവരെ പരിഭ്രാന്തരാക്കി, അവരുടെ കപ്പൽ വരെ മുങ്ങാൻ പോകുകയാ. കാരണം നീ ഒറ്റ ഒരുത്തനാ. കാരണം കപ്പലിലുള്ള എല്ലാം വലിച്ചങ്ങ് എറിയുകയാ. സാധന സാമഗ്രികളെല്ലാം വലിച്ചെറിഞ്ഞിട്ട് കാര്യമില്ല, എറിയേണ്ടവനെ എറിയണം. ആരോടൊക്കെയോ ദൂത് സംസാരിക്കുകയാ. ഈ ദിവസങ്ങളിൽ വലിച്ചെറിയേണ്ടത് ജീവിതത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞാലേ വിടുതലുള്ളൂ. വലിച്ചെറിയേണ്ടത് വലിച്ചെറിയണം, എന്നാലേ ഒരു ശാന്തത വരികയുള്ളൂ. അതും ഇതും പറഞ്ഞ് തകൃത്തരവും പറഞ്ഞ് അതിനൊരു പൊരുത്തമൊക്കെ വരുത്തി നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിലും യഥാർത്ഥത്തിൽ എറിയേണ്ടത് വലിച്ചെറിയണം. അപ്പോൾ ഒരു ശാന്തത വരും. ചില കുടുംബങ്ങളിലെ കാർന്ന് തിന്നുവാൻ വിളിച്ചു നിൽക്കുന്ന ചില പോരികള് ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ശാസിക്കപ്പെടുകയാ. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുത സന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഹാഗാരേ, നിന്റെ യജമാനത്തി സാറയുടെ പീഡനം അതൊക്കെ സഹിക്കാൻ നിനക്ക് കഴിയാതെ നീ ബേർഷെബയിലൂടെ ഓടിപ്പോകുകയാ. ഇവിടെ ഞാൻ മരിച്ചാൽ മതി, എനിക്കിവിടെ ആരുമില്ലല്ലോ എന്നുള്ള ചിന്തയിൽ നീ ഓടിപ്പോകുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയണം, നിന്നെ കാണുന്നൊരു കണ്ണ് ഇന്നും ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. ഹാഗാരേ, ആമേൻ. നീ എവിടെ നിന്ന് വരുന്നു, എന്തിന് നീ പോകുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഹാഗാരേ, നീ പോയി എന്ത് ചെയ്യണം? നീ മടങ്ങിപ്പോകണം. നീ യജമാനത്തിയുടെ കീഴിൽ നീ താണിരിക്ക്. നീ ചെല്ല്. നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കുന്നു പറഞ്ഞു. നിനക്ക് വാഗ്ദത്തം ഞാൻ തന്നിരിക്കുകയാ. അവൻ നിന്റെ സഹോദരന്മാർക്കെതിരെ പാർക്കുമെങ്കിലും അവനെ ഞാൻ അനുഗ്രഹിക്കും. അപ്പോൾ മരണത്തിന് പിന്നെ സ്ഥാനമില്ല കേട്ടോ. ചില ബേർഷെബ മരുഭൂമി പോലുള്ള ചില സാഹചര്യങ്ങളെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോഴും എന്നെ കാണുന്നു, ഇവിടെയും കാണുന്നു എന്ന് ഹാഗാർ പറയുന്നത് പോലെ പറയുവാൻ കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ദാസിമാരെ, ഹല്ലേലൂയ, അവൻ നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി ആമേൻ അവൻ പ്രവർത്തിപ്പാൻ ശക്തനാ. ഹല്ലേലൂയ. ഇരിമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്ത് ആർക്കെങ്കിലും മറയത്ത് ഒളിപ്പാൻ കഴിയുമോ?
അടുത്തത് എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ? ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. പാതാളത്തിൽ ചെന്നാൽ അവിടെയും അവനുണ്ട്, സമുദ്രത്തിന്റെ അറ്റത്തിൽ എന്ന് പാർത്താൽ അവിടെയുമുണ്ട്. ഇരുട്ടുപോലും മറവല്ല. നമ്മുടെ ഹൃദയങ്ങളെ ആരായുന്നവൻ, അഗ്നിജാലക്കത്തുള്ള കണ്ണുള്ളവന്റെ മുൻപിൽ ഒന്നും മറവല്ല എങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ വാക്കില്, നിന്റെ ഹൃദയ വിചാരങ്ങളില്, നിന്റെ സംസാരത്തിലോ നിന്റെ കൊടുക്കൽ വാങ്ങലുകളിലോ തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് ആമേ കരയുവാൻ തയ്യാറായാൽ അവൻ വിടുവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അതിന്റെ 23, 24 വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ഒരു സമർപ്പണത്തോട്. ഞാൻ നിർത്താൻ പോകും. ആ 2 വാക്യം കൂടെ ഒന്ന് വായിച്ചാൽ മതി. ദൈവമേ എന്നെ ശോധന ചെയ്ത് എന്നെ ഒന്ന് ശോധന ചെയ്യണമേ. അടുത്തത്, എന്റെ ഹൃദയത്തെ അറിയണമേ. എന്റെ ഹൃദയത്തെ ഒന്ന് അറിയണമേ. എന്നെ ഒന്ന് പരീക്ഷിച്ച് എന്റെ നിനവുകളെ അറിയണമേ. എന്റെ നിനവുകളെ ഒന്ന് അറിയണം. എത്ര പേര് ആത്മാർത്ഥതയോട് ഒന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയും? കർത്താവേ, എന്നെ ഒന്ന് ശോധന ചെയ്ത്, എന്നെ ഒന്ന് പരീക്ഷിച്ച്. ഹല്ലേലൂയ. കർത്താവേ, എന്നെ ഒന്ന് പരീക്ഷിച്ച്, ആമേൻ, എന്റെ നിനവുകളെ ഒന്ന് അറിയണമേ. അടുത്ത വാക്യം, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്നൊന്ന് നോക്കണേ കർത്താവേ. എത്ര പേര് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, എന്നാൽ കർത്താവ് നമ്മെ പെർഫെക്റ്റ് ആക്കുവാൻ അവിടുന്ന് കഴിയും. ഹല്ലേലൂയ. എന്നാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്നൊന്ന് നോക്കണേ കർത്താവേ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ വ്യസന മാർഗങ്ങളെ ദൈവം എടുത്തു കളയും. വ്യസനത്തിനുള്ള മാർഗമെന്ന് പറയുമ്പോൾ എൻ്റെ കർത്താവ് വ്യസനിക്കും നമ്മുടെ വഴികളെ കണ്ടിട്ട്. ഹല്ലേലൂയ. ആമേ. സമർപ്പണത്തോടെ എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാനും കഴിയും? ഇന്നലകളിൽ വന്നുപോയ കുറവ്, സംസാരത്തിൽ വന്നുപോയ കുറവ്, നോട്ടത്തിൽ വന്നുപോയ കുറവ്, കുടുക്കൽ വാങ്ങലുകൾ വന്നുപോയ കുറവ്, ദൈവമേ അവിടുന്ന് എന്നോട് ക്ഷമിക്കണമേ. വ്യസനത്തിനുള്ള മാർഗം, അമ്മ, എൻ്റെ ചെയ്തികൾ നിമിത്തം സ്വർഗം വ്യസനിക്കുന്നുണ്ടോ കർത്താവേ? അങ്ങനെയെങ്കിൽ ഞാൻ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്ന കർത്താവ്, ഒരു കുഞ്ഞിനെ പോലെ ഒന്ന് സുല്ലിട്ടുകൊണ്ട്, അപ്പാ എന്നോടൊന്ന് ക്ഷമിക്കണമേ, എൻ്റെ ലംഘനങ്ങളെ അങ്ങ് മറച്ച്, പാപങ്ങളെ മറച്ച് അങ്ങ് ക്ഷമിക്കണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. നമ്മെ ഓർത്ത് വ്യസനിക്കുക എന്ന കർത്താവ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ വ്യസനത്തിലുള്ള മാർഗമുണ്ടെങ്കിൽ അതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വലിച്ചെറിയട്ടെ. പോരാ, ഒരു ദിവസം നമ്മൾ ദൈവത്തിൻ്റെ മുൻപാകെ നിൽക്കേണ്ടവരാണ്. അന്ന് നമ്മുടെ കരം ബലപ്പെട്ടിരിക്കണം. കാര്യം നീർക്കുന്ന നാളിൽ നിന്റെ കരം ബലപ്പെട്ടിരിക്കുമോ? അന്ന് ബലപ്പെട്ടില്ലെങ്കിൽ അന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ വ്യസനിക്കും. എത്ര പേർക്ക് അത് മനസ്സിലായി? ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനത്തിൽ അതിൻ്റെ 6-ാം വാക്യത്തിലൊക്കെ വായിക്കുന്നത്, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. നോക്കിയാൽ ഈ സങ്കീർത്തനക്കാരൻ ഈ ദൈവിക കാര്യപരിപാടികളൊക്കെ കേൾക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് വരുന്നതായ വചനചിന്തയാണ്, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് ജ്ഞാനം ലഭിക്കും, കുറേ അറിവ് ലഭിക്കും. പരിജ്ഞാനം ലഭിക്കുന്നത് ദൈവത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, ദൈവവചനത്തെ ഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, പ്രാർത്ഥിക്കുവാൻ സന്മനസ്സുള്ളവർക്ക് ദൈവിക പരിജ്ഞാനം നൽകും. ഈ ലോകത്തിൻ്റെ ജ്ഞാനമുള്ളവർ കാട്ടിക്കൂട്ടുന്ന കൂത്തുകളൊക്കെ നമ്മൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുക. എന്നാൽ പരിജ്ഞാനമാണ് ഏറ്റവും വലുത്. ജ്ഞാനം വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല, പരിജ്ഞാനം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാ. ഹല്ലേലൂയ. ഒരു കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ ശക്തിയോടെ. ഒരിക്കൽ കൂടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.